നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാൻ യുണൈറ്റഡ് മല്ലു. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വെസസ് ബ്രെൻഫോർഡ് അറ്റ് ഓൾഡ് ട്രാഫേർഡ് ഓൺ മൺഡേ. ഈ ഗെയിമിന്റെ പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റിക്വസ്റ്റ് ഉണ്ട് ബ്രോ, ആ ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ചാനൽ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആസ് വെൽ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ ഷോ. അങ്ങനെ വീണ്ടും ഒരു മൺഡേ ഗെയിം ഓൾഡ് ട്രാഫേർഡിൽ. എനിക്ക് ഈ മൺഡേ ഗെയിം എന്ന് പറഞ്ഞാൽ അത്ര വലിയ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. നമുക്ക് ഒരു വീക്കെൻഡിൻ്റെ ഒക്കെ ആ ഒരു വൈബിലൊക്കെ ഇരുന്ന് നമ്മൾ ചില്ല് ചെയ്ത് ഗെയിം കാണുന്നത് ഒരു പ്രത്യേക ഫീലാണ്. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു വീക്ക് ഡേ ആയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മൺഡേയും കൂടെ ആയിട്ട് നമ്മൾ വീക്ക് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെയും ഒരു രാത്രി ലേറ്റ് നൈറ്റ് ഒക്കെ ഇരുന്ന് കളി കാണുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു സുഖമുള്ളൊരു കാര്യമല്ല. അപ്പോൾ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗെയിമാണ്. നമ്മൾ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിൻ്റെ തൊട്ട് അടുത്ത് എത്തി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഈ ഒരു ഗെയിം. പിന്നെ ബ്രെൻഫോർഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹാർഡ് വർക്കിംഗ് ടീമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഗെയിമിൽ അവർ നല്ല രീതിയിൽ തോൽപ്പിച്ചിട്ടുള്ള ടീമാണ്. അപ്പം കഴിഞ്ഞ കുറച്ച് സീസണായിട്ട് അവർ വെച്ചടി അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് റൈറ്റ് നൗ ദേ ആർ അറ്റ് 8th പൊസിഷൻ, പിന്നെ 48 പോയിന്റ്സുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു യൂറോപ്പ് ചാൻസ് അവർക്ക് നല്ല രീതിയിൽ അവരുടെ മുമ്പിൽ ഉണ്ട്. അപ്പം അതൊക്കെ തന്നെ അവർക്കൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ തന്നെയായിരിക്കും. അപ്പം അതിനനുസരിച്ച് അവരുടെ ഗെയിമും ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ടുള്ള ശ്രമമായിരിക്കും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വന്നിട്ട് ഒരു ലീഗ് ഡബിൾ അടിക്കാനായിട്ടുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും. ഇതിനു മുമ്പ് അവർ ലീഗ് ഡബിൾ ചെയ്തെന്ന് പറഞ്ഞാൽ 1936-37 സീസണിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ഒരു ലീഗ് ഡബിൾ അടിച്ചത്. അപ്പം ഈ സീസണിൽ നമുക്കറിയാം, ഫസ്റ്റ് ഗെയിം അവരുടെ സ്റ്റേഡിയത്തിലുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗെയിം, അതിൽ അവർ നമ്മളെ നല്ല രീതിയിൽ തോൽപ്പിച്ചിട്ട് മുമ്പോട്ട് പോയി. ഇത് അവരുടെ സെക്കൻഡ് ഗെയിമാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വെസസ് ബ്രെൻഫോർഡ് സെക്കൻഡ് ഗെയിം. അത് അവരൊരു വിജയത്തിനായി തന്നെ ആയിരിക്കും നോക്കുന്നത്. കാരണം അവർക്കും ഒരു യൂറോപ്യൻ സ്പോട്ട് കിട്ടണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മാക്സിമം ശ്രമം തന്നെയായിരിക്കും. പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾഡ് ട്രാഫേർഡിൽ കളിക്കുന്നു. ഇതിന് തൊട്ട് മുമ്പുള്ള ഓൾഡ് ട്രാഫേർഡിലെ ഗെയിം നമുക്ക് എല്ലാവർക്കും അറിയാം. ലീഡ്സുമായിട്ട് ആ ഒരു ഹിസ്റ്റോറിക് തോൽവി ഏറ്റുവാങ്ങി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ലീഡ്സിനെതിരെ ഹോമിൽ തോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ തന്നെ ആയിരിക്കും ഈ ഒരു ഗെയിം നമ്മൾ വീണ്ടും ഓൾഡ് ട്രാഫേർഡിലേക്ക് എത്തുന്നത്. ഇതിനിടയ്ക്ക് വെച്ചിട്ടുള്ള ഗെയിം നമ്മൾ ചെൽസിയായിട്ട് ജയിച്ചു. പക്ഷേ ഒരു കൺവിൻസിങ് പെർഫോമൻസും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ചെൽസി ആയിരുന്നു ഡോമിനേറ്റിംഗ് ആ ഒരു കളിയിൽ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് വേണ്ടുന്ന ഗോള് നേടി അത് സെക്യൂർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു വിജയം നേടുകയാണ് ഉണ്ടായത്. പിന്നെ എന്താ പറയുക, ബ്രെൻഫോർഡിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ഫോം കഴിഞ്ഞ 6 ഗെയിംസ് അൺബീറ്റൺ ആയിട്ടാണ് അവർ മുമ്പോട്ട് പോയിരിക്കുന്നത്. പക്ഷേ അതിനകത്തുള്ള ലാസ്റ്റ് 5 ഗെയിംസ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം അൺബീറ്റൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും എന്താ പറയുക പ്രതീക്ഷിക്കുന്നത് നല്ല ഫോമും നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഒന്നായിരിക്കും. പക്ഷേ ബ്രെൻഫോർഡിൻ്റെ ലാസ്റ്റ് 5 ഗെയിംസ് എന്ന് പറഞ്ഞാൽ അവർ ഡ്രോ ആണ്. അപ്പോൾ ആദ്യത്തെ ഗെയിം വിജയം, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് 5 ഗെയിംസ് ഡ്രോ ആയിട്ടായിരിക്കും. അത് ഡ്രോ ആയിട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അപ്പം ആ ഒരു റിസൾട്ട് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും ബ്രെൻഫോർഡിൻ്റെ ഭാഗത്ത്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഉറപ്പിക്കാനായിട്ടുള്ളൊരു ലെവലിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം. സോ വി ആർ ഗോയിങ് ഫോർ എ ഫുൾ ഫൈറ്റ്. അത് തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കാരിക്കിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു കാര്യം എടുത്ത് പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ കാരിക്കിൻ്റെ വിൻസ്, ഈ കഴിഞ്ഞ കുറച്ച് പെർഫോമൻസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം സ്ക്രൂട്ടനിയിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൺവിൻസിങ് വിൻസ് ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു പരാമർശം പരക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അത് കാരിക്കിന് ഒരു പെർമനന്റ് മാനേജർ സ്പോട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ചോദ്യചിഹ്നം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും പിന്നെ ഫാൻസിന്റെ ഭാഗത്തുനിന്ന് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണിത്. അപ്പം ഐ തിങ്ക് ലൈക്ക് വാട്ട് കാരിക് വുഡ് ലുക്ക് ടു ഡു, അത് ഉറപ്പായിട്ടും ഇതൊരു എന്താ പറയുക അത്യാവശ്യം ഡോമിനേറ്റ് ചെയ്ത് കളി ജയിപ്പിക്കുക എന്നുള്ളൊരു നിലയ്ക്കായിരിക്കും. ഇനി അങ്ങോട്ടേക്കുള്ള ഗെയിംസ് 4 ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഈ ഗെയിംസിൽ നിന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വിജയം, ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു വിജയം, കൂടുതൽ പൊസിഷനൊക്കെ കീപ്പ് ചെയ്ത് കൂടുതൽ പാസസും ഗോൾസും ഒക്കെ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഗെയിം തന്നെയായിരിക്കും കാരിക്ക് വെക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ പറയുക, ഈ ഒരു ഗെയിമിൻ്റെ അകത്തുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രെൻഫോർഡിൻ്റെ ഈഗോർ തിയാഗോ എത്ര 21 ഗോൾസുമായിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. 23-24 സീസണിൽ ഐവൻ ടോണി 20 ഗോൾ കടന്നു.
പിന്നെ കഴിഞ്ഞ സീസണിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്ലെയർ ബ്രയൻ എംബൂമോ 20 ഗോൾസ് കടന്നു. ഇപ്പോൾ ഈ ഒരു സീസണിൽ 25-26 സീസണിൽ ഈഗോർ തിയാഗോ 21 ഗോൾസുമായിട്ട് നിൽക്കുകയാണ്. അപ്പം അത്യാവശ്യം അവരുടെ എന്താ പറയുക, ഫ്രണ്ട് ലൈൻ അല്ലെങ്കിൽ ഫ്രണ്ട് സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുന്ന പ്ലേയേഴ്സിനൊക്കെ അത്യാവശ്യം അവർക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സാഹചര്യമാണ് അവരുണ്ടാക്കുന്നത്. അപ്പം ഈ ഗെയിമിൽ നമ്മൾ എടുത്ത് നോക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്ലെയർ തന്നെയായിരിക്കും ഈഗോർ തിയാഗോ. അത്യാവശ്യം ഗോൾ സ്കോർ ചെയ്തിട്ട് ആ ഒരു ടാലി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമായിരിക്കും. ആൻഡ് ഓൾസോ ഹീ ഈസ് ലുക്കിംഗ് ഫോർ ദാറ്റ് സ്പോട്ട്. ബ്രസീൽ ടീമിൽ വേൾഡ് കപ്പ് സ്പോട്ടിലേക്കുള്ള ഒരു നോട്ടം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഗോൾസ് സ്കോർ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം തിയാഗോയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പം വി നീഡ് ടു ബി വെരി കെയർഫുൾ. നമ്മുടെ ഡിഫൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിരിക്കണം. അപ്പം അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ ഡിഫൻസിൻ്റെ കാര്യം എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ഗെയിമിൽ എന്ന് പറഞ്ഞാൽ ഒരു മേക്ക് ഷിഫ്റ്റ് ഡിഫൻസ് ആയിരുന്നു. അതായത് മസ്റാവി ആ ഒരു പൊസിഷനിലേക്ക് വന്നിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യായിരുന്നു. കാരണം നമുക്ക് ഉള്ള പരിക്കുകൾ, ഇഞ്ചുറി ലിസ്റ്റ് നമുക്കറിയാം. അപ്പം ഈ ഗെയിമിൽ എന്ന് പറഞ്ഞാൽ മെഗ്വയർ തിരിച്ചു വരുന്നു എന്നുള്ള കാര്യം ഉണ്ട്. ആൻഡ് മെഗ്വയർ ആ ഒരു എക്സ്റ്റെൻഡഡ് 1 ഗെയിം സസ്പെൻഷനിലൂടെ കഴിഞ്ഞ ഗെയിം മിസ്സായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗെയിമിൽ മെഗ്വയർ തിരിച്ചെത്തുന്നു. അപ്പം ആ ഒരു സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഹെവൻ ആൻഡ് മെഗ്വയർ ആയിരിക്കും ആ ഒരു ഡിഫൻസ് പൊസിഷനിലേക്ക് ഉണ്ടാവുക. അപ്പം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അവർ സ്റ്റേ ഇൻടാക്ട്. ആ ഒരു അധികം സ്പേസസ് ഒന്നും കൊടുക്കാതെ എന്താ പറയുക, കുറച്ച് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗെയിം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫൻസിന് പറ്റട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഈ ഗെയിമിലെ ലൈനപ്പിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ ലൈനപ്പ്. ഗോളിൽ ലെമൻസ്, പിന്നെ ഡിഫൻസിൽ ഞാൻ പറഞ്ഞ പോലെ ഹെവൻ, മെഗ്വയർ അവിടെ വരുന്നു. പിന്നെ ലെഫ്റ്റ് ബാക്ക് ലൂക്ക് ഷോ, റൈറ്റിൽ ഡാലോ, മിഡിൽ മെയിനു, കാസമീറോ ഡബിൾ പിവറ്റിൽ അവരുണ്ട്. ബ്രൂണോ ഉണ്ട്. ബ്രൂണോയുടെ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗെയിമാണ്. കാരണം ഇനി അങ്ങോട്ടേക്ക് 4 ഗെയിമേ ഉള്ളൂ. ആൻഡ് ആ ഒരു റെക്കോർഡിലേക്ക് എത്തിപ്പെടാനായിട്ട് 3 അസിസ്റ്റും കൂടെ വേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ലൈക്ക് നമ്മുടെ സ്ട്രൈക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗോൾസ് സ്കോർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അധികം കിണഞ്ഞ് പരിശ്രമിച്ചേ പറ്റത്തുള്ളൂ. കാരണം ബ്രൂണോയ്ക്ക് ഈ ഒരു റെക്കോർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൂണോ കൊടുക്കുന്ന പിൻ പോയിന്റ് പാസുകൾ ഗോൾ എത്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗോൾ അടിക്കേണ്ടത് അവരുടെ കടമയാണ്. അപ്പം അവരുടെ ഭാഗത്തു നിന്നുള്ള കടമ ചെയ്തേ പറ്റൂ. കാരണം ബ്രൂണോ ഡിസേർവ്സ് ദിസ് റെക്കോർഡ്. അതിൻ്റെ ഭാഗമായിട്ട് മത്യാസ് കുഞ്ഞ ആയാലും എംബൂമ ആയാലും സെസ്കോ ആയാലും അമ്മാദ ആയാലും ആർക്കാണെങ്കിലും ചാൻസസ് കിട്ടിക്കഴിഞ്ഞിരുന്നാൽ ഉറപ്പായിട്ടും അത് ഗോളിൽ എത്തിക്കേണ്ടത് നമ്മുടെ ടീമിൻ്റെ ആവശ്യമാണ്. ആൻഡ് ദാറ്റ് ഇസ് ഫോർ ബ്രൂണോ. അത് വേണം. പിന്നെ കുഞ്ഞ വരുന്നു ലെഫ്റ്റിൽ സ്ട്രീം. ആൻഡ് ഞാൻ ഈ കളിയിൽ കൊണ്ടുവരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ എംബൂമോന് പകരം അമാദ് റൈറ്റ് വിങ്ങിൽ വരുന്നു. ആൻഡ് എംബൂമോ ഗോസ് ഇൻ ടു ദ സ്ട്രൈക്കിംഗ് പൊസിഷൻ. സെസ്കോ പുറത്തിരിക്കട്ടെ എന്നുള്ള ഒരു ഇതാണ്. ആൻഡ് ഐ തിങ്ക് സെക്കൻഡ് ഹാഫിൽ എന്തായാലും ഒരു 60 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ സെസ്കോ എത്തുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ സെസ്കോന് വേണ്ടിയിട്ട് കളിക്കുന്നില്ല. ആ ഒരു സ്ട്രൈക്കറിന് വേണ്ടിയിട്ടുള്ള ഗെയിം ആദ്യം മുതൽ നടത്തുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ സെസ്കോ സെക്കൻഡ് ഹാഫിൽ വരുമ്പം വി ആർ ഓൾറെഡി ഇൻ ടു ദ ഗെയിം. ആ ഗെയിമിൻ്റെ ടുവേർഡ്സ് ദി സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ കളി കൊണ്ടുവരുന്നത്. അപ്പോഴാണ് കൂടുതൽ ക്രോസസും അതും ഇതൊക്കെ ശ്രമിക്കുന്നത്. പക്ഷേ ആദ്യം മുതൽ ഈ ക്രോസസിന് ഒന്നും ശ്രമിക്കാത്തതുകൊണ്ട് ടാർഗറ്റ് മാനായിട്ട് സെസ്കോന് അത് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു അടുത്ത സീസണിലൊക്കെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഈ ലെഫ്റ്റ് റൈറ്റ് ബാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ക്രോസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വരുവാണെങ്കിൽ അത് സെസ്കോൻ്റെ ഗെയിമിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യും. സെസ്കോന് കൂടുതൽ ഗോൾ സ്കോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാരണം കൊണ്ട് ഐ വുഡ് കീപ് സെസ്കോ ഔട്ട്. സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കൊണ്ടുവരിക എന്നുള്ള നിലയ്ക്കായിരിക്കും ഞാൻ ഈ ഒരു ഫോർമേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ലൈനപ്പ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈനപ്പ് എങ്ങനെയായിരിക്കും? കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, ഇത് ഓക്കെ ആണോ? അല്ലെങ്കിൽ ഇഫ് യു ഹാവ് ഡിഫറെൻറ്റ് ഐഡിയാസ്, ഏതെങ്കിലും വേറെ പ്ലെയറിനെ കൊണ്ടുവരികയോ മാറ്റുകയോ എന്നൊക്കെ ആണെങ്കിലുണ്ടെങ്കിൽ പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, പിന്നെ ഈ ഗെയിമിൻ്റെ പ്രഡിക്ഷൻ ഞാൻ ഉറപ്പായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൻ തന്നെയാണ് മുന്നിൽ കാണുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു 2 ഭാഗത്തുനിന്നും ഗോൾസ് ഉണ്ടാകും. അപ്പം എന്തായാലും നമുക്ക് ജയിക്കേണ്ട കളിയാണ്. സോ വി വുഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ ലൈക്ക് ഗോൾസ്. എനിക്ക് തോന്നുന്നു ഒരു 2-1 എന്ന നിലയ്ക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കും എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. സോ വാട്ട് ഈസ് യുവർ പ്രഡിക്ഷൻ? നിങ്ങൾ പ്ലീസ് പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ആൻഡ് ഐ വിൽ മീറ്റ് യു നെക്സ്റ്റ് ഫോർ ദ മാച്ച് റിയാക്ഷൻ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.